പ്രഭാത പ്രാർത്ഥന. പവർ കിങ്ഡം. ശക്തമായ ദൈവരാജ്യത്തിന് ശക്തരായ വിശ്വാസികൾ. ഈ ആത്മീയ മുന്നേറ്റത്തിൽ നമുക്കും പങ്കാളികളാകാം. പ്രഭാതത്തിലെ ധ്യാനാത്മക പ്രാർത്ഥനാ യാത്ര കൊണ്ട് നമുക്ക് ശക്തരാകാം, മറ്റുള്ളവരെ ശക്തിപ്പെടുത്താം. മാമോദീസയിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ള പൊതുപൗരോഹിത്യത്തിന്റെ അധികാരം ഉപയോഗിച്ച് കുരിശു വരച്ച് സ്വയം ആശീർവദിച്ച് നമുക്ക് ആരംഭിക്കാം. തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു. പരിശുദ്ധാത്മാവാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാവട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര, മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രഭാതമാകുമ്പോൾ നിങ്ങൾ കർത്താവിന്റെ മഹത്വം ദർശിക്കും. പുറപ്പാടിന്റെ പുസ്തകം 16-ാം അധ്യായം 7-ാം വാക്യം. പ്രഭാതത്തിലും പ്രദോഷത്തിലും ലേവ്യർ കർത്താവിനെ പാടി സ്തുതിക്കണം. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 23-ാം അധ്യായം 30-ാം വാക്യം. പ്രഭാത നക്ഷത്രങ്ങൾ ഗീതങ്ങൾ ആലപിക്കുകയും ദൈവപുത്രന്മാർ സന്തോഷിച്ചാർക്കുകയും ചെയ്തു. ജോബിന്റെ പുസ്തകം 38-ാം അധ്യായം 6-ാം വാക്യം. കർത്താവെ, പ്രഭാതത്തിൽ അങ്ങ് എന്റെ പ്രാർത്ഥന കേൾക്കുന്നു. പ്രഭാത ബലി ഒരുക്കി ഞാൻ അങ്ങേയ്ക്കായി കാത്തിരിക്കുന്നു. സങ്കീർത്തനം 5-ാം അധ്യായം 3-ാം വാക്യം. രാത്രിയിൽ വിലാപമുണ്ടായേക്കാം, എന്നാൽ പ്രഭാതത്തോടെ സന്തോഷത്തിന്റെ വരവായി. സങ്കീർത്തനം 30-ാം അധ്യായം 5-ാം വാക്യം. സന്ധ്യയിലും പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും ഞാൻ ആവലാതിപ്പെട്ട് കരയും, അവിടുന്ന് എന്റെ സ്വരം കേൾക്കും. സങ്കീർത്തനം 55-ാം അധ്യായം 17-ാം വാക്യം. എന്റെ ഹൃദയമേ ഉണരുക, വീണയും കിന്നരവും ഉണരട്ടെ, ഞാൻ പ്രഭാതത്തെ ഉണർത്തും. സങ്കീർത്തനം 57-ാം അധ്യായം 8-ാം വാക്യം. ഞാൻ അങ്ങയുടെ ശക്തി പാടിപ്പുകഴ്ത്തും. പ്രഭാതത്തിൽ ഞാൻ അങ്ങയുടെ കാരുണ്യം ഉച്ചത്തിൽ പ്രകീർത്തിക്കും. എന്റെ കഷ്ടതയുടെ കാലത്ത് അങ്ങന്റെ കോട്ടയും അഭയവുമായിരുന്നു. സങ്കീർത്തനം 59-ാം അധ്യായം 16-ാം വാക്യം. കർത്താവെ, ഞാൻ അങ്ങയോട് നിലവിളിച്ചപേക്ഷിക്കുന്നു. പ്രഭാതത്തിൽ എന്റെ പ്രാർത്ഥന അങ്ങയുടെ സന്നിധിയിലെത്തുന്നു. സങ്കീർത്തനം 88-ാം അധ്യായം 13-ാം വാക്യം. പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ സംതൃപ്തരാക്കണമേ. ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ ഞങ്ങൾ സന്തോഷിച്ചുല്ലസിക്കട്ടെ. സങ്കീർത്തനം 90-ാം അധ്യായം 14-ാം വാക്യം. കിന്നരവും വീണയും മീട്ടി പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയെയും രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തതയെയും ഉദ്ഘോഷിക്കുന്നത് എത്ര ഉചിതം. സങ്കീർത്തനം 92-ാം അധ്യായം 3-ാം വാക്യം. പ്രഭാതത്തിൽ ഞാൻ അങ്ങയുടെ കാരുണ്യത്തെപ്പറ്റി കേൾക്കട്ടെ, എന്തെന്നാൽ അങ്ങയിലാണ് ഞാൻ ആശ്രയിക്കുന്നത്. ഞാൻ നടക്കേണ്ട വഴി എന്നെ പഠിപ്പിക്കണമേ, എന്തെന്നാൽ എന്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്കാണ് ഞാൻ ഉയർത്തുന്നത്. സങ്കീർത്തനം 143-ാം അധ്യായം 8-ാം വാക്യം.
പ്രഭാതത്തിൽ ഉണർന്ന് ജ്ഞാനത്തെ തേടുന്നവർ പ്രയാസം കൂടാതെ അവളെ കണ്ടുമുട്ടും. അവൾ വാതിൽക്കൽ കാത്തുനിൽപ്പുണ്ട്. ജ്ഞാനത്തിന്റെ പുസ്തകം 6-ാം അധ്യായം 14-ാം വാക്യം. പ്രഭാതത്തിൽ ഉണർന്ന് കർത്താവിനെ അന്വേഷിക്കുന്നവന് കൃപ ലഭിക്കും. പ്രഭാഷകന്റെ പുസ്തകം 32-ാം അധ്യായം 14-ാം വാക്യം. കർത്താവെ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഓരോ പ്രഭാതത്തിലും ഞങ്ങളുടെ കരവും കഷ്ടതയുടെ കാലത്ത് ഞങ്ങളുടെ രക്ഷയുമായിരിക്കണമേ. യെശയ്യായുടെ പുസ്തകം 32-ാം അധ്യായം 2-ാം വാക്യം. പ്രഭാതം തോറും അവിടുന്ന് എന്റെ കാതുകളെ ശിക്ഷണയെന്ന പോലെ ഉണർത്തുന്നു. ദൈവമായ കർത്താവ് എന്റെ കാതുകൾ തുറന്നു. ഞാൻ എതിർക്കുകയോ പിന്മാറുകയോ ചെയ്തില്ല. യെശയ്യായുടെ പുസ്തകം 50-ാം അധ്യായം 4-5 വാക്യങ്ങൾ. കർത്താവ് അരുളിച്ചെയ്യുന്നു, പ്രഭാതത്തിൽ നീതി നിർവഹിക്കുക, കൊള്ളയടിക്കപ്പെട്ടവനെ അക്രമിയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ദുഷ്പ്രവർത്തികൾ നിമിത്തം എന്റെ കോപം തീ പോലെ കുതിച്ചുയരും. ആർക്കും നശിപ്പിക്കാനാകാത്ത വിധം അത് ആളിക്കത്തും. ജെറമിയയുടെ പുസ്തകം 21-ാം അധ്യായം 12-ാം വാക്യം. കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-23 വാക്യങ്ങൾ. എല്ലാ പ്രഭാതത്തിലും മുടങ്ങാതെ അവിടുന്ന് തന്റെ ന്യായം വെളിപ്പെടുത്തുന്നു. എന്നാൽ നീതിരഹിതന് ലജ്ജ എന്തെന്ന് അറിഞ്ഞുകൂടാ. സെഫാനിയയുടെ പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യം. പ്രഭാതമായപ്പോൾ യേശു ഒരു വിജനസ്ഥലത്തേക്ക് പോയി. ജനക്കൂട്ടം അവനെ അന്വേഷിച്ചു ചെന്നു. തങ്ങളെ വിട്ടുപോകരുതെന്ന് അവർ അവനെ നിർബന്ധിച്ചു. ലൂക്കയുടെ സുവിശേഷം 4-ാം അധ്യായം 42-ാം വാക്യം. പ്രഭാതമായപ്പോൾ യേശു ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് അവരിൽ നിന്ന് 12 പേരെ തെരഞ്ഞെടുത്ത് അവർക്ക് അപ്പസ്തോലന്മാർ എന്ന പേര് നൽകി. ലൂക്കയുടെ സുവിശേഷം 6-ാം അധ്യായം 13-ാം വാക്യം. സാബത്തിന് ശേഷം ആഴ്ചയുടെ 1-ാം ദിവസം രാവിലെ മഗ്ദലന മറിയവും മറ്റേ മറിയവും യേശുവിന്റെ ശവകുടീരം സന്ദർശിക്കാൻ വന്നു. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 1-ാം വാക്യം. ആഴ്ചയുടെ 1-ാം ദിവസം രാവിലെ ഉയർത്തെഴുന്നേറ്റതിനു ശേഷം യേശു ആദ്യം മഗ്ദലന മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 9-ാം വാക്യം. പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധിയണയുന്നു. കർത്താവേ, നിൻ കരുണയ്ക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു. മനുജകുലത്തിൻ പാലകനെ വിനയമൊടങ്ങയെ വാഴ്ത്തുന്നു. കൃപയും ശാന്തി അനുഗ്രഹവും പാപപ്പൊറുതിയുമരുളണമേ. അനുതാപത്താലെന്നയനം നനയുന്നെങ്കിലുമനുനിമിഷം പെരുകി വരുന്നു പാപങ്ങൾ. കരുണ കടലേ കനിയണമേ. കനിവിൻ കൈകളുയർത്തണമേ. കഥനമകറ്റി നയിക്കണമേ. കരളിൽ കതിരു പരത്തണമേ. വിധിയിൽ കരുണ കലർത്തണമേ. പുതിയ ദിനത്തിൻ പാതകളിൽ പാപികൾ ഞങ്ങളിറങ്ങുന്നു. വിനകളിൽ വീഴാതഖിലേശ കൈകൾ പിടിച്ചു നടത്തണമേ. കണ്ണുകൾ നിന്നിലുറപ്പിച്ചൻ ദിനകൃത്യങ്ങൾ തുടങ്ങുന്നേൻ. വീഴാതെന്നെ നയിക്കണമേ. വിജയാനുഗ്രഹമേകണമേ. നാഥാ, നിൻ സുവിശേഷത്തിൻ ഭാരമിടുങ്ങിയ പാതകളിൽ സിദ്ധന്മാരുടെ കാൽപ്പാടിൽ തെറ്റാതെന്നെ നയിക്കണമേ. ദൈവപിതാവിൻ സൗഹൃദവും സുതനുടെ കൃപയും അനുഗ്രഹവും ദൈവാത്മാവിൻ പ്രീതിയുമെൻ വഴിയിൽ വിശുദ്ധി വിരിക്കട്ടെ. പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധിയണയുന്നു. കർത്താവേ, നിൻ കരുണയ്ക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു. പ്രഭാത പ്രാർത്ഥന. ഞങ്ങളുടെ സ്രഷ്ടാവും പിതാവുമായ ദൈവമേ,
ഈ സുപ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. പാപികളായ ഞങ്ങളെ അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് ആനയിച്ച കർത്താവെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കഴിഞ്ഞ രാത്രിയിൽ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളും ഞങ്ങൾ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. വിശ്വാസത്തോടും തീഷ്ണതയോടും കൂടി അങ്ങേക്ക് വേണ്ടി ജോലി ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളും വിജയിപ്പിക്കണമേ. ഞങ്ങളുടെ ചിന്തകളിലും പ്രവർത്തനങ്ങളിലും പ്രകാശം വീശി ഞങ്ങളെ നയിക്കുകയും എല്ലാവിധ ആപത്തുകളിലും അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. മിശിഹായിൽ എല്ലാം നവീകരിക്കുവാനും അങ്ങയെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. അങ്ങയുടെ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയാൽ ദുഷ്ടസൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. നിത്യരാജ്യത്തിലേക്കുള്ള യാത്രയിൽ തുണയും സങ്കേതവും നൽകി സ്നേഹപൂർവ്വം ഞങ്ങളെ നയിക്കുകയും അങ്ങയുടെ പരിപാലനയുടെ തണലിൽ ഇന്നേ ദിവസം ഞങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. എന്റെ ശരീരവും ആത്മാവും അവയുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ എന്റെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയം വഴി എന്റെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെ യോഗ്യതകളോടുകൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എന്റെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ. പ്രവൃത്തികളെ അങ്ങ് നിയന്ത്രിക്കണമേ. അങ്ങേ തിരുരക്തത്തിൽ പൊതിഞ്ഞ് എന്നെ സൂക്ഷിക്കണമേ. അങ്ങേ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ. ഞാനിന്ന് ബന്ധപ്പെടുന്ന എല്ലാവരിലും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കൃപ തരണമേ. ഞാൻ കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ കാണുവാൻ സാധിക്കട്ടെ. ഞാനിന്ന് മരിക്കുവാൻ അങ്ങ് തിരുമനസ്സാകുന്നുവെങ്കിൽ അങ്ങേ തിരുമുഖം കാണുവാൻ എനിക്കിടയാക്കണമേ. സ്നേഹമുള്ള ഈശോയെ, എന്റെ മാതാപിതാക്കളെയും സഹോദരീ സഹോദരങ്ങളെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും ബന്ധുമിത്രാദികളെയും കുടുംബാംഗങ്ങളെയും എന്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന എവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരെയെല്ലാം അങ്ങയോടുള്ള ഐക്യത്തിൽ സദാ കാത്തുകൊള്ളണമേ. ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമേ. വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും കൊടുത്തനുഗ്രഹിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ. ഇന്ന് മരിക്കാനിരിക്കുന്നവർക്ക് അങ്ങയുടെ സ്നേഹത്തിന്റെ ശക്തി കാണിച്ചു കൊടുക്കണമേ. പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നവർക്ക് കരുണയും പുണ്യജീവിതവും നയിക്കുന്നവർക്ക് സ്ഥിരതയും കൊടുക്കണമേ. സഭയെയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കണമേ. എന്റെ കാവൽ മാലാഖയെ, ദൈവത്തിന്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ഈ ദിവസം മുഴുവനും സ്നേഹപൂർവ്വം കാത്തുസൂക്ഷിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സങ്കീർത്തനം. ദൈവത്തിൽ പരിപൂർണമായ വിശ്വാസവും ആശ്രയവും അർപ്പിച്ചാൽ അവിടുന്ന് നമുക്ക് കരുത്തും കരുതലും നൽകും. എല്ലാ ദോഷങ്ങളിലും രോഗങ്ങളിലും അപകടങ്ങളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കും. നമുക്ക് 91-ാം സങ്കീർത്തനം ആലപിച്ച് ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിക്കാം. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്നു പറയും. അവിടുന്ന് എന്നെ വീടിന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും.
അവിടുത്തെ വിശ്വസ്തത നിനക്കു കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്കു വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. ആയിരങ്ങൾ മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000 എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ടു തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു. നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവനെന്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്നു നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ദീർഘായുസ്സു നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എന്റെ രക്ഷ ഞാൻ അവനു കാണിച്ചു കൊടുക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറൂസലേമിലും യൂദയ മുഴുവനിലും സമറിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1-8 നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനോടുള്ള ജപം. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരിക.
അങ്ങേ വെളിവിന്റെ കതിരുകളെ ആകാശത്ത് നിന്ന് അയക്കണമേ. അഗതികളുടെ പിതാവേ, ദാനങ്ങൾ കൊടുക്കുന്നവനെ, ഹൃദയത്തിന്റെ പ്രകാശമേ, എഴുന്നള്ളി വരിക. എത്രയും നന്നായി ആശ്വസിപ്പിക്കുന്നവനെ, ആത്മാവിന് മധുരമായ വിരുന്നേ, മധുരമായ തണുപ്പേ, അലച്ചിലിൽ സ്വൈര്യമേ, എഴുന്നള്ളി വരിക. എത്രയും മാനത്തോടുകൂടിയായിരിക്കുന്ന പ്രകാശമേ, അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കുക. അങ്ങേ വെളിവ് കൂടാതെ മനുഷ്യരിൽ പാപമല്ലാതെ യാതൊന്നുമില്ല. അറപ്പുള്ളത് കഴുകുക, വാടിപ്പോയത് നനയ്ക്കുക, മുറിവേറ്റിരിക്കുന്നത് വച്ചു കെട്ടുക, രോഗികളെ സുഖപ്പെടുത്തുക, കടുപ്പമുള്ളത് മയപ്പെടുത്തുക, തണുത്തത് ചൂട് പിടിപ്പിക്കുക, നേർവഴിയല്ലാതെ പോയത് തിരിക്കുക. അങ്ങിൽ ശരണപ്പെട്ടിരിക്കുന്ന വിശ്വാസികൾക്ക് അങ്ങയുടെ 7 വിശുദ്ധ ദാനങ്ങൾ നൽകുക. പുണ്യയോഗ്യതയും ഭാഗ്യമരണവും നിത്യാനന്ദവും ഞങ്ങൾക്ക് തരിക. ആമേൻ. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ പ്രാർത്ഥന. ഫ്രാൻസിസ് പുണ്യവാളന്റെ പ്രാർത്ഥന എന്നറിയപ്പെടുന്ന സമാധാന പ്രാർത്ഥന നമുക്ക് ചൊല്ലാം. ദൈവമേ, എന്നെ അങ്ങയുടെ സമാധാനത്തിന്റെ ഒരു ഉപകരണമാക്കണമേ. വിദ്വേഷമുള്ളിടത്ത് സ്നേഹവും, ദ്രോഹമുള്ളിടത്ത് ക്ഷമയും, സന്ദേഹമുള്ളിടത്ത് വിശ്വാസവും, നിരാശയുള്ളിടത്ത് പ്രത്യാശയും, അന്ധകാരമുള്ളിടത്ത് പ്രകാശവും, സന്താപമുള്ളിടത്ത് സന്തോഷവും ഞാൻ വിതയ്ക്കട്ടെ. ഓ ദിവ്യനാഥ, ആശ്വസിപ്പിക്കപ്പെടുന്നതിനേക്കാൾ ആശ്വസിപ്പിക്കുന്നതിനും, മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മനസ്സിലാക്കുന്നതിനും, സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കുന്നതിനും എനിക്ക് ഇടയാക്കണമേ. എന്തെന്നാൽ കൊടുക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്, ക്ഷമിക്കുമ്പോഴാണ് ഞങ്ങൾ ക്ഷമിക്കപ്പെടുന്നത്, മരിക്കുമ്പോഴാണ് ഞങ്ങൾ നിത്യജീവനിലേക്ക് ജനിക്കുന്നത്. ആമേൻ. മാതാവിനോടുള്ള സംരക്ഷണ പ്രാർത്ഥന. ദേവമാതാവായ പരിശുദ്ധ കന്യകാമറിയമേ, മനുഷ്യകുലം മുഴുവന്റെയും മാതാവും മധ്യസ്ഥയും സഹായവും സംരക്ഷകയുമാകുവാൻ ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന അങ്ങയെ ഞങ്ങൾ വണങ്ങുന്നു. ഞങ്ങളുടെ കുടുംബത്തിന് മാതാവും സംരക്ഷകനുമായി ഇന്ന് ഞങ്ങൾ അങ്ങയെ സ്വീകരിക്കുന്നു. അമ്മേ, അങ്ങയുടെ ശക്തമായ സംരക്ഷണത്താൽ ആത്മീയവും ശാരീരികവുമായ എല്ലാ ആപത്തുകളിൽ നിന്നും, പ്രത്യേകിച്ച് പൈശാചിക ശക്തികളുടെ ഉപദ്രവങ്ങൾ, അഗ്നിബാധ, ജലപ്രളയം, ഇടിമിന്നൽ, കൊടുങ്കാറ്റ്, ഭൂമികുലുക്കം, വാഹനാപകടങ്ങൾ എന്നിവയിൽ നിന്നും, കള്ളന്മാർ, അക്രമികൾ എന്നിവരിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ ഭവനങ്ങളെയും സംരക്ഷിക്കണമേ. ഞങ്ങളുടെ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ സ്വന്തമായതുകൊണ്ട് എല്ലാ അത്യാഹിതങ്ങളിൽ നിന്നും ശാരീരിക അസുഖങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ഏറ്റവും പ്രധാനമായി പാപം വർജിക്കുന്നതിനും എല്ലാ കാര്യത്തിലും ദൈവേഷ്ടം നിറവേറ്റിക്കൊണ്ട് ദൈവാനുഗ്രഹത്തിൽ ജീവിക്കുന്നതിനും എന്നേക്കുമായി അങ്ങേക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങളെല്ലാവർക്കുമായി അങ്ങയുടെ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ. ആമേൻ. ബന്ധന പ്രാർത്ഥന. വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ യേശുവേ, അങ്ങ് കുരിശിൽ ചിന്തിയ തിരുരക്തത്തിന്റെ യോഗ്യതയാലും കുരിശിലെ വിജയത്താലും അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന എന്നെയും കുടുംബത്തെയും അങ്ങയുടെ തിരുരക്തം കൊണ്ട് പൊതിഞ്ഞ് സംരക്ഷിക്കണമേ. വിശുദ്ധ കുരിശിൽ അങ്ങ് സമർപ്പിച്ചതും ബലിപീഠങ്ങളിൽ ആവർത്തിക്കുന്നതുമായ ദിവ്യബലിയുടെ വലിയ യോഗ്യതകളോടും പരിശുദ്ധ കന്യാമറിയത്തിന്റെയും സകല വിശുദ്ധരുടെയും ഭക്തരായ ക്രിസ്ത്യാനികളുടെയും സുഹൃതങ്ങളോടും ചേർത്തുകൊണ്ട് എന്റെ എല്ലാ പ്രശ്നങ്ങളെയും സമർപ്പിക്കുന്നു. സ്വീകരിച്ച് ആശീർവദിക്കണമേ. പൈശാചിക ഉപദ്രവങ്ങളെ നീക്കിക്കളയുന്നതിനുള്ള പ്രത്യേകമായ ശക്തി ദൈവത്തിൽ നിന്നും പ്രാപിച്ച വിശുദ്ധ വെനഡിക്ക് എന്നിലും എന്റെ ഭവനത്തിലും തൊഴിൽ മേഖലയിലുമുള്ള പൈശാചിക ശക്തികളെയും അവയുടെ പ്രവർത്തനങ്ങളെയും മാറ്റിത്തരണമേ. വിശുദ്ധ ഗീവർഗീസെ, പിശാചിന്റെ കെണിയിൽ നിന്നും സർപ്പത്തിന്റെ ദോഷങ്ങളിൽ നിന്നും വിഷജീവികളുടെ ആക്രമണങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ ജീവജാലങ്ങളെയും കാത്തുകൊള്ളണമേ. നാരകീയ ശക്തി അടക്കിയവനായ വിശുദ്ധ അന്തോണീസെ, ദൈവവചനത്തിന്റെ ശത്രുക്കളെ തകർക്കണമേ. നഷ്ടപ്പെട്ടു പോയവയെ വീണ്ടെടുക്കുവാനും ദുശീലങ്ങളെ വെറുത്തുപേക്ഷിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. മഹത്വത്തിന്റെ സിംഹാസനത്തിൽ വാഴുന്ന ദൈവമേ, മനുഷ്യമക്കളെ കാത്തുസൂക്ഷിക്കുവാനും ദൈവീക പാതയിലൂടെ കൈപിടിച്ചു നടത്തുവാനും നവവൃന്ദം മാലാഹമാരെ ഞങ്ങൾക്ക് അങ്ങ് തന്നല്ലോ. വിശുദ്ധ മാലാഹമാരെ ഞങ്ങൾക്ക് ചുറ്റും പാളയമടിച്ച് എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും ഞങ്ങളെയും സഭയെയും പരിരക്ഷിക്കണമേ. മുഖ്യദൂതനായ മിഖായേലെ, ഞങ്ങൾ ചെയ്യുന്ന യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കാവൽ മാലാഹമാരെ, ഞങ്ങളുടെ നാമത്തിന് കാരണക്കാരായ വിശുദ്ധരെ, എല്ലാവിധ അപകടങ്ങളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും വഞ്ചനകളിൽ നിന്നും
ഞങ്ങളെ കാത്തുപരിപാലിക്കണമേ. വിശുദ്ധ ഔസേപിതാവേ, ഞങ്ങൾക്ക് നല്ല മരണം ലഭിക്കുവാൻ ഇടയാക്കണമേ. ത്രിത്വിക ദൈവമേ, ഞങ്ങളുടെ ഉപജീവനത്തിന് ഉതകുന്ന ജോലിക്കാരെയും പക്ഷിമൃഗാദികളെയും കൃഷിയെയും സ്ഥാപനങ്ങളെയും തൊഴിലിനെയും അവിടുന്ന് കാത്തുകൊള്ളണമേ. എല്ലാവിധ അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും കാത്തുകൊള്ളണമേ. ഞങ്ങൾക്ക് ഉള്ള എല്ലാ തടസ്സങ്ങളെയും നീക്കിക്കളയണമേ. ക്ഷുദ്രജീവികളിൽ നിന്നും വഞ്ചകരിൽ നിന്നും എല്ലാം സംരക്ഷിക്കണമേ. ഞങ്ങളിൽ നിന്നും ഭയവും ആകുലതയും ദുശീലങ്ങളും എടുത്തു മാറ്റണമേ. എന്റെയും കുടുംബത്തിന്റെയും മേലുള്ള ശാപങ്ങളെയും ശിക്ഷകളെയും വിദ്വേഷങ്ങളെയും എടുത്തു മാറ്റണമേ. ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും നേരായ മാർഗത്തിലൂടെ വഴി നടത്തുകയും സംസാരത്തിൽ തെറ്റുപറ്റാതിരിക്കുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളെ അലട്ടുന്ന എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും കരകയറ്റണമേ. പുരോഗതിയിലേക്ക് നയിക്കണമേ. ബന്ധ തകർച്ചകളെ പടുത്തുയർത്തണമേ. നിന്റെ സ്പർശത്താൽ എല്ലാ രോഗങ്ങളും സൗഖ്യപ്പെടട്ടെ. ഞങ്ങൾ വേദനിപ്പിച്ചവരുടെ വേദനകൾ അങ്ങ് എടുത്തു മാറ്റണമേ. ഞങ്ങളെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുവാനും നിന്റെ അനുഗ്രഹങ്ങൾ പൂർണ്ണമായി സ്വീകരിക്കുവാനും ഞങ്ങൾക്കിടയാക്കട്ടെ. ഭൗതികവും മാനസികവും ശാരീരികവും ആത്മീയവുമായ സൗഖ്യവും ഉന്മേഷവും നൽകണമേ. ഞങ്ങളുടെ സ്വപ്നങ്ങളെയും പദ്ധതികളെയും ഫലമണിയിക്കണമേ. നാരകീയ സർപ്പത്തിന്റെ തലയെ തകർത്ത ഞങ്ങളോട് ദയയും കാരുണ്യവുമുള്ള മാതാവേ, ഞങ്ങൾക്കെതിരായ എല്ലാ അന്ധകാര ശക്തികളെയും തകർത്തു കളയണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളെ ഉപദ്രവിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും ദുഷ്ടപിശാചുകളെയും അവയുടെ പ്രവർത്തനങ്ങളെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് അവിടുത്തെ പാദപീഠത്തിൽ ഞങ്ങൾ വെക്കുന്നു. അമ്മേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാവുന്നു. നമ്മുടെ ദൈവത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. അമ്മേ. പിതാവിൻ വിശ്വാസപ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമരത്തിൽ പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പിടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നുവെന്ന് ഞങ്ങൾ അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ. വ്യക്തിപരമായ പ്രാർത്ഥന. ഒന്നാം ഭാഗം. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന, യേശുവെ മഹത്വം. നിനക്ക് സമർപ്പിക്കുന്നു, നീ ഏറ്റെടുക്കണമേ. നിനക്കെല്ലാം സമർപ്പിക്കുന്നു, നീ ഏറ്റെടുക്കണമേ. എന്നെ പൂർണ്ണമായി നിനക്ക് സമർപ്പിക്കുന്നു, നീ ഏറ്റെടുക്കണമേ. ഈ ദിവസത്തെ പ്രത്യേകമായി നിനക്ക് സമർപ്പിക്കുന്നു, നീ ഏറ്റെടുക്കണമേ. ഞാൻ കണ്ടുമുട്ടുന്ന വ്യക്തികളെയും ഞാൻ ഇടപെടാൻ പോകുന്ന മേഖലകളെയും നിനക്ക് സമർപ്പിക്കുന്നു, നീ ഏറ്റെടുക്കണമേ. എന്റെ മോഹങ്ങളെയും സമർപ്പിക്കുന്നു, നീ ഏറ്റെടുക്കണമേ. എന്റെ പദ്ധതികളെ നിനക്ക് സമർപ്പിക്കുന്നു, നീ ഏറ്റെടുക്കണമേ. എന്റെ യാത്രകളെ നിനക്ക് സമർപ്പിക്കുന്നു, നീ ഏറ്റെടുക്കണമേ. എന്റെ കർമ്മങ്ങളെ നിനക്ക് സമർപ്പിക്കുന്നു, നീ ഏറ്റെടുക്കണമേ. എന്റെ കഴിവുകളെ നിനക്ക് സമർപ്പിക്കുന്നു, നീ ഏറ്റെടുക്കണമേ. എന്റെ ആരോഗ്യം നിനക്ക് സമർപ്പിക്കുന്നു, നീ ഏറ്റെടുക്കണമേ. എന്റെ ആത്മാഭിമാനം നിനക്ക് സമർപ്പിക്കുന്നു, നീ ഏറ്റെടുക്കണമേ. എന്റെ മാന്യത നിനക്ക് സമർപ്പിക്കുന്നു, നീ ഏറ്റെടുക്കണമേ. എന്റെ ബുദ്ധി നിനക്ക് സമർപ്പിക്കുന്നു, നീ ഏറ്റെടുക്കണമേ. എന്റെ സ്ഥാനമാനങ്ങൾ നിനക്ക് സമർപ്പിക്കുന്നു, നീ ഏറ്റെടുക്കണമേ. എന്റെ ബന്ധങ്ങൾ നിനക്ക് സമർപ്പിക്കുന്നു, നീ ഏറ്റെടുക്കണമേ. എന്റെ നേട്ടങ്ങൾ നിനക്ക് സമർപ്പിക്കുന്നു, നീ ഏറ്റെടുക്കണമേ. എന്റെ വസ്തുവകൾ നിനക്ക് സമർപ്പിക്കുന്നു, നീ ഏറ്റെടുക്കണമേ. എന്റെ സമ്പത്ത് നിനക്ക് സമർപ്പിക്കുന്നു, നീ ഏറ്റെടുക്കണമേ.
എന്റെ അറിവ് നിനക്ക് സമർപ്പിക്കുന്നു, നീ ഏറ്റെടുക്കണമേ. എന്റെ വിദ്യാഭ്യാസം നിനക്ക് സമർപ്പിക്കുന്നു, നീ ഏറ്റെടുക്കണമേ. എന്റെ സൗന്ദര്യം നിനക്ക് സമർപ്പിക്കുന്നു, നീ ഏറ്റെടുക്കണമേ. എന്റെ കടമകൾ നിനക്ക് സമർപ്പിക്കുന്നു, നീ ഏറ്റെടുക്കണമേ. എന്നെ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ നിനക്ക് സമർപ്പിക്കുന്നു, നീ ഏറ്റെടുക്കണമേ. ഇന്നത്തെ എന്റെ അധ്വാനം നിനക്ക് സമർപ്പിക്കുന്നു, നീ ഏറ്റെടുക്കണമേ. എന്റെ സമീപനങ്ങൾ നിനക്ക് സമർപ്പിക്കുന്നു, നീ ഏറ്റെടുക്കണമേ. എന്റെ നിലപാടുകൾ നിനക്ക് സമർപ്പിക്കുന്നു, നീ ഏറ്റെടുക്കണമേ. എന്റെ സംസാരങ്ങൾ നിനക്ക് സമർപ്പിക്കുന്നു, നീ ഏറ്റെടുക്കണമേ. എന്റെ പ്രാർത്ഥനകൾ നിനക്ക് സമർപ്പിക്കുന്നു, നീ ഏറ്റെടുക്കണമേ. എല്ലാം നീ ഏറ്റെടുക്കണമേ. എനിക്കുള്ളതും ഉള്ളവും എന്റെ ഉള്ളായ്മകളും നീ ഏറ്റെടുക്കണമേ. നിനക്ക് സമർപ്പിക്കുന്നു, നീ ഏറ്റെടുക്കണമേ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന, യേശുവെ മഹത്വം. നാഥാ നീ കൈക്കൊള്ളണേ, എന്നെ നീ കൈക്കൊള്ളണേ, പൂർണ്ണമായി കൈക്കൊള്ളണേ, യാഗമായി കൈക്കൊള്ളണേ. നാഥാ നീ കൈക്കൊള്ളണേ, എന്നെ നീ കൈക്കൊള്ളണേ, പൂർണ്ണമായി കൈക്കൊള്ളണേ, യാഗമായി കൈക്കൊള്ളണേ. നാഥാ നീ മാറ്റേണമേ, എന്നെ നീ മാറ്റേണമേ, പൂർണ്ണമായി മാറ്റേണമേ, അങ്ങേതായി മാറ്റേണമേ. നാഥാ നീ മാറ്റേണമേ, എന്നെ നീ മാറ്റേണമേ, പൂർണ്ണമായി മാറ്റേണമേ, അങ്ങേതായി മാറ്റേണമേ. നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായർപ്പിക്കുന്നു, കാഴ്ചയായർപ്പിക്കുന്നു. നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായർപ്പിക്കുന്നു, കാഴ്ചയായർപ്പിക്കുന്നു. വ്യക്തിപരമായ പ്രാർത്ഥന രണ്ടാം ഭാഗം. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന, യേശുവെ മഹത്വം. എന്റെ ഉള്ളവും ഉള്ളായ്മകളും എനിക്കുള്ളതെല്ലാം നീ കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. എന്റെ കുടുംബത്തെ കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. എന്റെ മാതാപിതാക്കന്മാരെ കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. എന്റെ സഹോദരങ്ങളെ കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. എന്റെ സഹോദരങ്ങളുടെ ജീവിത പങ്കാളികളെ കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. എന്റെ സഹോദരങ്ങളുടെ മക്കളെ കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. എന്റെ ആത്മീയ ഗുരുക്കളെ കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. എന്റെ അയൽവാസികളെ കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. എന്റെ ബന്ധുക്കളെ കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. എന്റെ കൂട്ടുകാരെ കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. എന്റെ സഹപാഠികളെ കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. എന്റെ സഹപ്രവർത്തകരെ കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. എന്റെ അധ്യാപകരെ കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. എന്റെ അധികാരികളെ കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. എന്നെ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. എന്റെ ഉപകാരികളെ കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. എനിക്ക് ഭക്ഷണം നൽകുന്നവരെ കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. എന്റെ ജീവിതമാർഗങ്ങളെ കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. എന്റെ കൃഷികളെ കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. എന്റെ പക്ഷിമൃഗാദികളെ കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. എന്നെ സ്നേഹിക്കുന്നവരെ കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. എന്നോട് കരുണയും ദയയും കാണിക്കുന്നവരെ കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. എനിക്ക് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്നവരെ കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ.
എനിക്ക് ആത്മീയ ശുശ്രൂഷകൾ നൽകിയ വൈദികരെ കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. എനിക്ക് കുദാശകൾ നൽകിയ വൈദികരെ കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. എന്നോട് വേദനയും ആകുലതകളും പങ്കുവച്ചവരെ കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. എന്നോട് പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിച്ചവരെ കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. എന്നെ പ്രോത്സാഹിപ്പിച്ചവരെ കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. എന്റെ വികാരിയച്ഛന്മാരെ കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. എന്റെ മതാധ്യാപകരെ കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ പുരോഹിതരെയും കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ സന്യസ്തരെയും കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ ആത്മായ പ്രേക്ഷിതരെയും കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. എന്റെ ഇടവകയെ കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. എന്റെ ഇടവകയിൽ സേവനം ചെയ്യുന്ന എല്ലാവരെയും കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. എന്റെ ഇടവകയെ നയിക്കുന്ന എല്ലാവരെയും കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. എന്റെ ഇടവകയിലെ വിവിധ കമ്മിറ്റികളെ കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. എന്റെ ഇടവകയിലെ സംഘടനകളെയും പ്രസ്ഥാനങ്ങളെയും കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. എന്റെ ഇടവകയുടെ ഇപ്പോഴത്തെ പ്രത്യേക ആവശ്യങ്ങളെ കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സഭയെ കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. മാർപ്പാപ്പയെ കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. വിവിധ സഭകളെ കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. മെത്രാന്മാരെ കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. വൈദികരെ കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. സന്യാസിനികളെ കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. ആത്മായ പ്രേക്ഷിതരെ കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. ദേവാലയങ്ങളെ കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. സഭയുടെ സ്ഥാപനങ്ങളെ കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. ആതുരാലയങ്ങളെ കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. ദേവാലയ ശുശ്രൂഷികളെ കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. സഭാസ്ഥാപനങ്ങളിലെ ശുശ്രൂഷകരെ കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. ആതുരാലയങ്ങളിലെ ശുശ്രൂഷകരെ കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. ധ്യാന കേന്ദ്രങ്ങളെ കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. ധ്യാന കേന്ദ്രങ്ങളിലെ പ്രേക്ഷിതരെ കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. ധ്യാന കേന്ദ്രങ്ങളിലെ ശുശ്രൂഷകരെ കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. ധ്യാന ടീമംഗങ്ങളെ കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. മിഷൻ സ്ഥലങ്ങളെ കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. മിഷൻ പ്രവർത്തകരെ കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. സഭാ പ്രസിദ്ധീകരണങ്ങളെ കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. സഭയുടെ വിവിധ മാധ്യമങ്ങളെ കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. ക്രിസ്തീയ കലകളെ കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. ക്രിസ്തീയ കലാകാരന്മാരെ കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. ക്രിസ്തീയ സാഹിത്യകാരന്മാരെ കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. യേശുവെ എല്ലാം നീ കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. എല്ലാം കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന, യേശുവെ മഹത്വം. എന്നെ കരുതും, എന്നും പുലർത്തും, എന്റെ ആവശ്യങ്ങൾ എല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തന്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും. എന്നെ കരുത്തും എന്നും പുലർത്തും എന്റെ ആവശ്യങ്ങളെല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തന്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും. അനർത്ഥങ്ങൾ ഭവിക്കയില്ല, പാതയോ എന്നെ തൊടുകയില്ല. പാതകളിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ കരങ്ങളിൽ വഹിക്കും. അനർത്ഥങ്ങൾ ഭവിക്കയില്ല, പാതയോ എന്നെ തൊടുകയില്ല. പാതകളിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ കരങ്ങളിൽ വഹിക്കും. രാത്രിയിലെ ഭയത്തെയും പകലിൽ പറക്കും വസ്ത്രത്തെയും ഇരുളതിലെ മഹാമാരി സംഹാരത്തെയും ഞാൻ പേടിക്കയില്ല. രാത്രിയിലെ ഭയത്തെയും പകലിൽ പറക്കും വസ്ത്രത്തെയും ഇരുളതിലെ മഹാമാരി സംഹാരത്തെയും
സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. വ്യക്തിപരമായ പ്രാർത്ഥന, മൂന്നാം ഭാഗം. എല്ലാം നീ പൊറുക്കണമേ. എന്നെ വേദനിപ്പിച്ചവരോടും ഞാൻ വേദനിപ്പിച്ചവരും ആ എല്ലാവരോടും പൊറുക്കുകയും ക്ഷമിക്കുകയും അനുരഞ്ജനത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യണമേ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന, യേശുവെ മഹത്വം. നീ പൊറുക്കണമേ, ക്ഷമിക്കണമേ. എന്നെ വിമർശിച്ചവരോട് നീ പൊറുക്കണമേ, ക്ഷമിക്കണമേ. എന്നെ ശകാരിച്ചവരോട് നീ പൊറുക്കണമേ, ക്ഷമിക്കണമേ. എന്നോട് ശത്രുത പുലർത്തുന്നവരോട് നീ പൊറുക്കണമേ, ക്ഷമിക്കണമേ. എന്റെ വളർച്ചയിൽ അസൂയപ്പെടുന്നവരോട് നീ പൊറുക്കണമേ, ക്ഷമിക്കണമേ. എന്നെ കളിയാക്കിയവരോട് നീ പൊറുക്കണമേ, ക്ഷമിക്കണമേ. എന്നോട് പക വീട്ടിയവരോട് നീ പൊറുക്കണമേ, ക്ഷമിക്കണമേ. എനിക്ക് നീതി നിഷേധിച്ചവരോട് നീ പൊറുക്കണമേ, ക്ഷമിക്കണമേ. എന്നെ അവഗണിച്ചവരോട് നീ പൊറുക്കണമേ, ക്ഷമിക്കണമേ. എന്നെ അറിഞ്ഞോ അറിയാതെയോ വേദനിപ്പിച്ചവരോട് നീ പൊറുക്കണമേ, ക്ഷമിക്കണമേ. എന്നെ വഞ്ചിച്ചവരോട് നീ പൊറുക്കണമേ, ക്ഷമിക്കണമേ. എന്നെ പീഡിപ്പിച്ചവരോട് നീ പൊറുക്കണമേ, ക്ഷമിക്കണമേ. എനിക്കെതിരെ പരദൂഷണം പറഞ്ഞവരോട് നീ പൊറുക്കണമേ, ക്ഷമിക്കണമേ. എന്നെ ചൂഷണം ചെയ്തവരോട് നീ പൊറുക്കണമേ, ക്ഷമിക്കണമേ. എന്നിൽ നിന്ന് കടം വാങ്ങിയിട്ട് തിരികെ നൽകാത്തവരോട് നീ പൊറുക്കണമേ, ക്ഷമിക്കണമേ. എന്നോട് മിണ്ടാതിരിക്കുന്നവരോട് നീ പൊറുക്കണമേ, ക്ഷമിക്കണമേ. എന്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാത്തവരോട് നീ പൊറുക്കണമേ, ക്ഷമിക്കണമേ. ഞാൻ പറഞ്ഞത് അനുസരിക്കാത്തവരോട് നീ പൊറുക്കണമേ, ക്ഷമിക്കണമേ. ഞാൻ കുറ്റങ്ങളും കുറവുകളും കണ്ടവരോട് നീ പൊറുക്കണമേ, ക്ഷമിക്കണമേ. കുറ്റവാളികളോട് നീ പൊറുക്കണമേ, ക്ഷമിക്കണമേ. കലഹിക്കുന്നവരോട് നീ പൊറുക്കണമേ, ക്ഷമിക്കണമേ. ശത്രുത വെച്ചു പുലർത്തുന്നവരോട് നീ പൊറുക്കണമേ, ക്ഷമിക്കണമേ. ദേവാലയങ്ങളോടും വിശുദ്ധ വസ്തുക്കളോടും അനാദരവ് കാണിക്കുന്നവരോട് നീ പൊറുക്കണമേ, ക്ഷമിക്കണമേ. നിന്നെ അപമാനിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നവരോട് നീ പൊറുക്കണമേ, ക്ഷമിക്കണമേ. നിന്റെ പുരോഹിതരെ നിന്ദിക്കുന്നവരോട് നീ പൊറുക്കണമേ, നീ ക്ഷമിക്കണമേ. സഭയെ അപമാനിക്കുന്നവരോട് നീ പൊറുക്കണമേ, ക്ഷമിക്കണമേ. അവഹിത വേഴ്ചകളിൽ ജീവിക്കുന്നവരോട് നീ പൊറുക്കണമേ, ക്ഷമിക്കണമേ. വിശ്വാസത്യാഗം ചെയ്യുന്നവരോട് നീ ക്ഷമിക്കണമേ, പൊറുക്കണമേ. സ്വാർത്ഥരോട് നീ പൊറുക്കണമേ, ക്ഷമിക്കണമേ. ക്ഷമിക്കാനാവാത്ത ബലഹീനരോട് നീ പൊറുക്കണമേ, ക്ഷമിക്കണമേ. കുടുംബ പരിശുദ്ധി കാക്കാത്തവരോട് നീ പൊറുക്കണമേ, ക്ഷമിക്കണമേ. കുടുംബത്തിൽ കലഹമുണ്ടാക്കുന്നവരോട് നീ പൊറുക്കണമേ, ക്ഷമിക്കണമേ. അഴിമതി കാണിക്കുന്നവരോട് നീ പൊറുക്കണമേ, ക്ഷമിക്കണമേ. ധാർഷ്ട്യമുള്ള അധികാരികളോട് നീ പൊറുക്കണമേ, ക്ഷമിക്കണമേ. ജോലി ചെയ്യാതെ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥരോട് നീ പൊറുക്കണമേ, ക്ഷമിക്കണമേ. പക്ഷപാതം കാണിക്കുന്ന നേതാക്കന്മാരോട് നീ പൊറുക്കണമേ, ക്ഷമിക്കണമേ. സഭയെയും പുരോഹിതരെയും അധിക്ഷേപിക്കുന്ന മാധ്യമ പ്രവർത്തകരോട് നീ പൊറുക്കണമേ, ക്ഷമിക്കണമേ. വിശ്വാസത്തിന്റെ വില കുറയ്ക്കുന്ന കലാകാരന്മാരോട് നീ പൊറുക്കണമേ, ക്ഷമിക്കണമേ. ദൈവമേ, എല്ലാം നീ പൊറുക്കണമേ, ക്ഷമിക്കണമേ. എല്ലാം നീ പൊറുക്കണമേ, ക്ഷമിക്കണമേ. യേശുവെ സ്തുതി, യേശുവെ നന്ദി, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന, യേശുവെ മഹത്വം. ദൈവമേ, എന്നിൽ കനിയേണമേ. പാപങ്ങൾ പൊറുക്കേണമേ. ഘോരമാമെന്റെ അപരാധങ്ങൾ സദയം നാഥാ മറക്കേണമേ. അറിയുന്നു
അപരാധങ്ങൾ സദയം നാഥാ മറക്കേണമേ. വ്യക്തിപരമായ പ്രാർത്ഥന 4-ാം ഭാഗം. എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന, യേശുവെ മഹത്വം. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാർപ്പാപ്പയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മെത്രാന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വൈദികരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സന്യസ്തരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മായ പ്രേക്ഷിതരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ സഹായിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നോട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാനുമായി ബന്ധപ്പെട്ട വ്യക്തികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാനുമായി ബന്ധപ്പെട്ട കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നോട് പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിച്ചവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നോട് വേദന പങ്കുവച്ചവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ധ്യാനത്തിൽ പങ്കെടുക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ധ്യാനത്തിന് ക്ലാസ് എടുക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ധ്യാന കേന്ദ്രങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഭയുടെ ആശുപത്രികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനാഥ മന്ദിരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വൃദ്ധമന്ദിരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആകാശപ്പറവുകളുടെ സ്ഥാപനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഭയുടെ മറ്റെല്ലാ സ്ഥാപനങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികളായി ഭവനങ്ങളിൽ കഴിയുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികളായി ആശുപത്രിയിൽ കഴിയുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഓപ്പറേഷന് വിധേയരാകുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗമെന്തെന്ന് നിർണ്ണയിക്കാനാവാതെ അസുഖം ബാധിച്ചിട്ടുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അത്യാസന്ന നിലയിൽ കഴിയുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാനസിക രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബുദ്ധിമാന്ദ്യമുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വികലാംഗരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനാഥരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിധവകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിഭാര്യരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉറ്റവരെ നഷ്ടപ്പെട്ടവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തടവറയിൽ കഴിയുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവിധ കേസുകളിൽപ്പെട്ടവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിത പങ്കാളികൾ നഷ്ടപ്പെട്ടവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കൾ നഷ്ടപ്പെട്ടവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്ത ദമ്പതിമാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നീതി നിഷേധിക്കപ്പെട്ടവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാനഹാനി അനുഭവിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ചൂഷണ വിധേയരായവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വഞ്ചിക്കപ്പെട്ടവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പീഡനത്തിന് വിധേയരായവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലൈംഗിക ചൂഷണത്തിൽപ്പെട്ടവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അലസതയിൽ കഴിയുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിത പങ്കാളിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിത പങ്കാളികളെ അന്വേഷിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജോലി അന്വേഷിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പഠനത്തിന് സീറ്റ് അന്വേഷിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിദ്യാർത്ഥികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പരീക്ഷയ്ക്ക് പോകുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അധ്യാപകരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഗുരുക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അധികാരികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഭാഭരണകർത്താക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉന്നത ഉദ്യോഗസ്ഥരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ ഭരണകർത്താക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജനപ്രതിനിധികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉന്നത ഉദ്യോഗസ്ഥരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിരീശ്വരവാദികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഭാവിരോധികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അബദ്ധ സിദ്ധാന്തങ്ങൾ പഠിപ്പിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തെറ്റായ കൂട്ടുകെട്ടിൽപ്പെട്ടവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രലോഭന സാഹചര്യങ്ങളിൽ കഴിയുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സുഖഭോഗങ്ങളിൽ ആസക്തരായവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലൈംഗിക ആസക്തിയുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവന്റെ മൂല്യങ്ങളെ അവഗണിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഗർഭഛിദ്രം നടത്താൻ ആലോചിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മഹത്യാ പ്രവണതയുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വധശ്രമത്തിനും കയ്യേറ്റത്തിനും ആലോചനകൾ നടത്തുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരുടെ സ്വത്തോ പണമോ തെറ്റായ വിധത്തിൽ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പൊതുമുതൽ നശിപ്പിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൂർത്തടിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പണത്തിന്റെ അടിമകളായി ജീവിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സമ്പത്തിന്റെയും ഭൂമിയുടെയും അടിമകളായി ജീവിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സൗന്ദര്യത്തിന്റെ അടിമകളായി ജീവിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
അഹങ്കാരത്തിന്റെ അടിമകളായി ജീവിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പാവപ്പെട്ടവരുമായി തനിക്കുള്ളത് പങ്കുവയ്ക്കാൻ മനസ്സ് കാണിക്കാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എല്ലാവരെയും എല്ലാത്തിനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന, യേശുവെ മഹത്വം. നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായർപ്പിക്കുന്നു, കാഴ്ചയായർപ്പിക്കുന്നു. നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായർപ്പിക്കുന്നു, കാഴ്ചയായർപ്പിക്കുന്നു. നാഥാ നീ മാറ്റേണമേ, എന്നെ നീ മാറ്റേണമേ, പൂർണ്ണമായി മാറ്റേണമേ, അങ്ങേതായി മാറ്റേണമേ. നാഥാ നീ മാറ്റേണമേ, എന്നെ നീ മാറ്റേണമേ, പൂർണ്ണമായി മാറ്റേണമേ, അങ്ങേതായി മാറ്റേണമേ. നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായർപ്പിക്കുന്നു, കാഴ്ചയായർപ്പിക്കുന്നു. നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായർപ്പിക്കുന്നു, കാഴ്ചയായർപ്പിക്കുന്നു. കാവൽ മാലാഖയോടുള്ള പ്രാർത്ഥന. ദൈവത്തിന്റെ മഹിമയുള്ള പ്രഭുവും എന്നെ ഭരിപ്പാൻ ദൈവം പ്രത്യേകമായി ഏൽപ്പിച്ച വിശ്വാസമുള്ള എൻ്റെ കാവൽക്കാരനുമായ പരിശുദ്ധ മാലാഖെ, അങ്ങയെ ഞാൻ വാഴ്ത്തുന്നു. അയോഗ്യനായ എന്നെ ഇത്രയും നാൾ ഇത്ര വിശ്വസ്തയോടെ സഹായിക്കുകയും എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും കാത്തുരക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങേക്ക് ഞാൻ എത്രയോ കടക്കാരനാകുന്നു. ഞാൻ ദുഷ്ടശത്രുക്കളിൽ നിന്നും രക്ഷിക്കപ്പെട്ട് ദൈവപ്രസാദപരത്തിൽ മരണത്തോളം നിലനിൽപ്പാനും അങ്ങയോടുകൂടി സ്വർഗത്തിൽ നമ്മുടെ കർത്താവിനെ സദാകാലം സ്തുതിപ്പാനുമായിട്ട് എന്നെ അങ്ങേക്ക് ഏൽപ്പിച്ചിരിക്കുന്നു. കാവൽ മാലാഖയെ എന്നെ സംരക്ഷിച്ചു കാത്തുകൊള്ളണമേ. ആമേൻ. തിരുരക്ത സംരക്ഷണ പ്രാർത്ഥന. കാൽവരിയിൽ എനിക്ക് വേണ്ടി രക്തം ചിന്തി മരിച്ച യേശുവെ, എന്നെ വില കൊടുത്തു വാങ്ങിയ യേശുവെ, അവിടുത്തെ അമൂല്യമായ തിരുരക്തം എന്നെ സകല പാപങ്ങളിൽ നിന്നും രക്ഷിക്കുമല്ലോ. എന്റെ പഞ്ചേന്ദ്രിയങ്ങളെയും ചിന്ത, ഭാവന, ബുദ്ധി, ഓർമ്മ, കൽപ്പനാശക്തി, ഇച്ഛാശക്തി ഇവയെയും അവിടുത്തെ തിരുരക്തത്താൽ ഓരോ നിമിഷവും കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. ഞാൻ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഓരോ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും സഞ്ചരിക്കുമ്പോഴും അവിടുത്തെ തിരുരക്തത്തിന്റെ വലിയ സംരക്ഷണം നിരന്തരം എനിക്ക് നൽകണമേ. അങ്ങനെ ഞാൻ സാത്താന്റെ കുടിലതന്ത്രങ്ങളെ എതിർത്തുകൊണ്ട് അവിടുത്തെ പാതയിൽ സഞ്ചരിക്കുവാനും എപ്പോഴും അവിടുത്തോടുകൂടി ആയിരിക്കുവാനും ഇടയാകട്ടെ. ആമേൻ. യേശുവേ, അവിടുത്തെ അമൂല്യമായ തിരുരക്തത്താൽ ഓരോ നിമിഷവും എന്നെ കഴുകണമേ. യേശുവേ, അവിടുത്തെ അമൂല്യമായ തിരുരക്തത്താൽ ഓരോ നിമിഷവും എന്നെ കഴുകണമേ. യേശുവേ, അവിടുത്തെ അമൂല്യമായ തിരുരക്തത്താൽ ഓരോ നിമിഷവും എന്നെ കഴുകണമേ. ദൈവമേ, ജനങ്ങളിൽ പൂജയാലേ നിൻ ദിവ്യനാമം കീർത്തിച്ചു വരവും
പ്രകാശവും ജീവനും കനിവാർന്നു ഞങ്ങൾക്കു നൽകണമേ. ദൈവത്തിൻ ജനമേ പൂജയെന്നും നമ്മിൽ പ്രസാദം ചൊരിഞ്ഞിടട്ടെ. നാം ഇന്നിറങ്ങുന്ന വീതിയിൽ വിജയം തെളിഞ്ഞു വിരിഞ്ഞിടട്ടെ. സാധനം പുത്രനും ദൈവാത്മാവും സന്തതം തമ്മിൽ വസിച്ചിടട്ടെ. സ്വർഗീയ ദാനം പൊഴി